ഹൈ ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. രാജ്യത്തിന്റെ തലസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഡൽഹിയെ ആര് ഭരിക്കും എന്ന ആകാംക്ഷ രാജ്യത്തൊട്ടുക്കുമുണ്ട്. ഡൽഹി നിയമസഭയിലേക്കാണ് തിരഞ്ഞെടുപ്പ് എങ്കിലും രാജ്യ തലസ്ഥാനമായതുകൊണ്ട് തന്നെ രാജ്യം മുഴുവൻ ഉള്ള ജനങ്ങളും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ ഉറ്റുനോക്കുകയാണ്. ത്രികോണ മത്സരം പൊടിപൊടിക്കുകയാണ് ഡൽഹിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായി ഡൽഹി ഭരിക്കുന്ന AAP എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞ ലോക്സഭയുടെ വോട്ടിംഗ് ശതമാനം കാണുമ്പോൾ ഭരണത്തിൽ തുടരുവാൻ ഇനി അവസരം ഡൽഹി നിവാസികൾ നൽകുമോ എന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. മഹാരാഷ്ട്ര, ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ വിജയം ഡൽഹിയിൽ അവർക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഡൽഹി സംസ്ഥാനത്ത് മികച്ച വിജയം നേടാൻ കഴിഞ്ഞത് BJPക്ക് ആത്മവിശ്വാസം കൂട്ടുകയാണ്. ഡൽഹിയിലെ വോട്ടർമാർ വ്യത്യസ്ത ചിന്തയിലുള്ളവരാണ്. കാരണം ലോക്സഭയിൽ ഭരിക്കുന്നവർ സംസ്ഥാനത്ത് കുറച്ചു കാലമായി ഭരണത്തിൽ ഉണ്ടാവാറില്ല. കഴിഞ്ഞ 10 വർഷമായി BJP കേന്ദ്രവും AAP സംസ്ഥാനവും ഭരിക്കുന്നു. ഇവിടെയാണ് ഡൽഹിയിലെ വോട്ടർമാരുടെ ചിന്തയെപ്പറ്റി പറഞ്ഞത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് വെറും 4% വോട്ടാണ് പിടിക്കുവാൻ സാധിച്ചതെങ്കിലും മാറിയ രാഷ്ട്രീയ കാഴ്ചപ്പാടിൽ കോൺഗ്രസ് കൂടുതൽ വോട്ട് പിടിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കണക്കുകൂട്ടൽ. ഇവിടെ കോൺഗ്രസ് പിടിക്കുന്ന വോട്ടുകൾ സ്വാഭാവികമായും നഷ്ടം സംഭവിക്കുക AAPക്ക് തന്നെയാണല്ലോ. അപ്പോൾ ശക്തമായ ത്രികോണ മത്സരമാണ് ഡൽഹിയിൽ നടക്കുന്നത്. ഏതായാലും ഒരാഴ്ചയിലെ കാത്തിരിപ്പിൽ ഡൽഹി വോട്ടർമാരുടെ മനസ്സിലിരിപ്പ് നമുക്ക് മനസ്സിലാക്കാം. ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കുന്ന സംസ്ഥാനം ആയതിനാൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇപ്പോൾ പറയാൻ നമുക്ക് സാധ്യമല്ല. എന്നാലും 10 വർഷമായി ഡൽഹി ഭരിക്കുന്ന AAPക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര എളുപ്പം ഭരണത്തിലെത്തുവാൻ സാധ്യത കുറവ് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ കാഴ്ചപ്പാട്. ഏതായാലും ഒരു 6-7 ദിവസത്തിന്റെ കാത്തിരിപ്പിനൊടുവിൽ നമുക്ക് ഈ ചിത്രം വ്യക്തമാവും. ഏതായാലും ഫെബ്രുവരി 7-ാം തീയതി ആണോ 7-ാം തീയതിയോടുകൂടി നമുക്ക് ഡൽഹിയുടെ ചിത്രം തീർച്ചയായും വ്യക്തമാവും. ഡൽഹി നിവാസികളുടെ കാഴ്ചപ്പാട് അതോടെ വ്യക്തമാവുകയാണ്. ഏതായാലും ഈ വീഡിയോ മുഴുവനായി വീക്ഷിച്ച താങ്കൾക്ക് നന്ദി. ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും താങ്കളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും ലൈക്ക് ചെയ്യുവാനും ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയുമായി ഉടനെ എത്താം നിർത്തുന്നു. നന്ദി, നമസ്കാരം.